പള്ളികൾ പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ളതാണോ? സമൂഹത്തിന്റെ എല്ലാതരം നന്മകളും ഉൾക്കൊള്ളുന്നതാകണം ആരാധനാലയങ്ങൾ. മലപ്പുറം പെരിന്തൽമണ്ണ മസ്ജിദ് ഹുദയുടെ ക്യാമ്പസ് തികച്ചും വ്യത്യസ്തമാണ്. ഓപ്പൺ ജിം, ചിൽഡ്രൻസ് പാർക്ക് എന്നിവ പള്ളിയുടെ സമീപത്തായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാനുള്ളതൊരു ഓപ്പൺ ജിമ്മിലാണ്. ഇത് ഏതെങ്കിലും പഞ്ചായത്തോ സർക്കാർ സംവിധാനങ്ങളോ സ്പോർട്സ് ക്ലബ്ബോ തുടങ്ങിയ ഓപ്പൺ ജിമ്മല്ല, മറിച്ച് ഇതൊരു പള്ളി തുടങ്ങിയ ഓപ്പൺ ജിമ്മാണ്. എന്തിനാണ് ഒരു നമസ്കാരം നടക്കുന്ന, ആരാധന നടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ജിമ്മ് തുടങ്ങിയത് എന്നത് അതിൻ്റെ ഭാരവാഹികൾ തന്നെ പറയട്ടെ. ഇപ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ മുറ്റത്താണ് ഇത്തരം ഒരു ഓപ്പൺ ജിം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥനാ സമയത്ത് എത്തുന്നതും ഉത്ബോധനങ്ങൾക്കുമാണ് കൂടുതലായിട്ടും ഇവിടെ എത്താറുള്ളത്. ഈ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ പരിപാലനം, അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക ഉല്ലാസം എന്നീ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ആരാധനാലയങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ഇത്തരത്തിലുള്ള ഉല്ലാസങ്ങളോ അല്ലെങ്കിൽ വ്യായാമം, അത്തരം സംഗതികളെക്കുറിച്ചുള്ള വേണ്ടത്ര ധാരണകളില്ലാത്ത സ്ഥലങ്ങൾ വെറും പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രമെന്നുള്ളൊരു കോൺസെപ്റ്റാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക സൗഹാർദ്ദം, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ആരോഗ്യ പരിപാലനം എന്ന മെസ്സേജ് കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ്. ഇത് സംവിധാനിച്ചതിൽ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? പ്രധാനമായിട്ട് 3 സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലുള്ള സംവിധാനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള വ്യായാമ മുറകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. ഓർബിട്രാക്ക് ഉൾപ്പെടെയുള്ള വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംവിധാനങ്ങൾ, ഓർബിട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഊഞ്ഞാലകളും മറ്റുള്ള സംവിധാനങ്ങളുമാണുള്ളത്. പൊതുവിൽ തന്നെ മഹലിൻ്റെ കീഴിൽ വ്യത്യസ്തമായ സംരംഭങ്ങൾ, കുട്ടികൾക്കുള്ള അതുപോലെ മുതിർന്നവർക്കുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ജോബ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട്, എംപ്ലോയബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ബഹുമുഖമായ സ്വഭാവത്തിലാണ് മഹൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതുതായി ആരംഭിച്ച സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന വ്യായാമ സംവിധാനങ്ങളും ജിമ്മും ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ മഹല്ല് നിവാസികൾക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും വരാൻ പറ്റുമോ? അല്ല, പൊതുജനങ്ങൾക്കായിട്ട് തന്നെയാണ് ഇത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, സ്ത്രീകൾ, കുട്ടികൾ, അതുമാതിരി എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്നിട്ട് ഇത് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. എന്നാലും ചില സ്ത്രീകൾ കൂടി എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ ഓപ്പൺ ജിം ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ നമസ്കാരത്തിന് കുട്ടികളുമായി എത്തുന്ന സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു ഉപയോഗപ്രദമാണ്? നമസ്കാരത്തിന് എത്തുന്ന സ്ത്രീകൾക്ക് വളരെ ഉപയോഗപ്രദമാണ്. അവർക്ക് ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ കഴിയും. അതിന് മഹല്ല് അതിനുള്ള സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം സ്ത്രീകളെ ആരോഗ്യ കാര്യങ്ങളാണല്ലോ കൂടുതലും ശ്രദ്ധിക്കാതിരിക്കുന്നത്. അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഈ ഇടയ്ക്ക് സ്ത്രീകളും ജിമ്മിലെത്തും ഇൻഷാല്ലാ. പിന്നെ കുട്ടികൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പാർക്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ജിമ്മും കാര്യങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫിറ്റ്നസ് ട്രെയിനറൊക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു അതിന് ഓരോ മെഷീനെ കുറിച്ചും. അപ്പോൾ നമുക്ക് അതിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലത്തിനൊപ്പം മാറുകയാണ്. എന്തായാലും ഈ പള്ളിയും പള്ളി കോമ്പൗണ്ടും അത് ഈ ആരോഗ്യ കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ വ്യായാമത്തിനും ഉല്ലാസത്തിനും എല്ലാം തന്നെ ഊന്നൽ നൽകുകയാണ്. മറ്റ് ആരാധനാലയങ്ങൾക്ക് കൂടി മാതൃകയാക്കുന്ന പ്രവർത്തനമാണ് എന്തായാലും ഈ ആരാധനാലയം ചെയ്തിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.